നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ എല്ലാ പ്രധാനപ്പെട്ട ടോപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് പങ്കെടുക്കുന്നത്. ഇതിലെ പ്രതിപക്ഷം എന്നല്ല PAC എന്ന നിലയ്ക്ക് ചെയർമാൻ എന്താ കാണുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കണം. PAC ആവശ്യപ്പെടും ഇതിന്റെ അലൈൻമെന്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്തത്, DPR എങ്ങനെയാണ് തയ്യാറാക്കിയത്, കരാറുകാർക്ക് എന്തായിരുന്നു ഇതിന്റെ സ്വാതന്ത്ര്യം, എന്താണ് റോള്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശദമായിട്ട് ആരായും. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് ആരായും. അല്ലാതെ ഒരു കമ്മിറ്റിക്ക് മുമ്പ് ഒരു നിഗമനത്തിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്നലെ ആ പ്രദേശം വിസിറ്റ് ചെയ്തിരുന്നു, കണ്ട് എന്തൊരു കാഴ്ച. സത്യത്തിൽ ആ റോഡ് പൂർത്തിയായിട്ട ശേഷമാണ് ഇത്തരമൊരു അപകടം നടന്നിരുന്നുവെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത വണ്ണമുള്ള കാഷ്വാലിറ്റി അവിടെ ഉണ്ടാവുമായിരുന്നു. അത്രയും ഭീകരമായ കാഴ്ചയാണ് ഇന്നലെ നമ്മൾ അവിടെ കണ്ടത്. വീഴ്ച ഉണ്ട് എന്നുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെടുന്നു. തീർച്ചയായിട്ടും. അതിനുശേഷം എനിക്കിപ്പോ നമ്മൾ ഈ കമ്മിറ്റി ചർച്ച ചെയ്യുന്ന വാർത്ത നിങ്ങളൊക്കെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ദേശീയപാതയിലെ വിള്ളലുകള്, തകർച്ചകള് ഫോട്ടോ അയച്ചു തരികയാണ് ആളുകൾ. അപ്പൊ ഇത് ഗൌരവതരമായിട്ട് ചർച്ച ചെയ്യണം. കാരണം ഇതിന്റെ കേരളത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണോ ഈ അലൈൻമെന്റും DPRും ഫിക്സ് ചെയ്തത്, അതിൽ എന്താണ് അതിനകത്ത് നടന്നത്, ഇത്തരം കാര്യങ്ങൾ വിശദമായ പരിശോധന ഞങ്ങൾ നടത്തും. എനിക്കറിയാം, ഞാൻ ഇന്നലെ പറയേണ്ടത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ധരിക്കുന്നത് അദ്ദേഹം മത്സരിക്കില്ല എന്നാണ്. അദ്ദേഹം ഞാൻ മത്സരിക്കുക. അദ്ദേഹത്തിന് പിന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് ഉള്ളതെങ്കിൽ ആ രാഷ്ട്രീയമല്ലേ അദ്ദേഹം പ്രതിഫലിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അവസാന അഭയം കേസിയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലല്ല ഞാൻ അതിനകത്ത് നമുക്ക് പാർട്ടി UDFന്റേതായ സിസ്റ്റംസ് ഉണ്ട് കേരളത്തിൽ. കോൺഗ്രസ് പാർട്ടിക്കുടേതായ സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എവിടെയെങ്കിലും ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം അക്കാര്യത്തിൽ ആർക്കും അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പേഴ്സണൽ അജണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. നോക്കാം. ആന്റണിയുമായുള്ള ചർച്ചയിലെ എന്തോ കഷ്ടമാണെന്ന് നോക്കിയോ. എന്റെ കൂടെയുള്ള എന്റെ കേരള MP കൺവീനറാണ്. ആന്റണി വരുന്നത് ഒരു വാർത്തയാണോ എന്നെ കാണാൻ വരുന്നത്? അയ്യോ, എന്തൊരു കഷ്ടമാണിത്. ചോദ്യം ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരം പറയാൻ നോക്കുകയാണ്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ.